നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുന്ന പരിശുദ്ധ അമ്മയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും തകർച്ചകളും രോഗങ്ങളും കടബാധ്യതകളും എന്നിങ്ങനെ ഏതൊരു പ്രശ്നങ്ങളും ഒരു നിമിഷം അമ്മയ്ക്ക് നൽകൂ. നിന്റെ ജീവിതത്തിൽ നീ അമ്മയുടെ സാന്നിധ്യം ഇന്ന് അനുഭവിച്ചറിയും. എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു നിമിഷം ഏറ്റുപറയാം. നിങ്ങളുടെ നിയോഗം ഓർക്കാം. നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പരിശുദ്ധ അമ്മേ, എത്രയും പരിശുദ്ധയായ മാതാവേ, ഞങ്ങളുടെ ആശ്വാസവും രക്ഷയും പ്രത്യാശയും അമ്മയാണല്ലോ. ഈ പ്രഭാതത്തിലും ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാവിധമായ അവസ്ഥകളും അമ്മ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണമേ. എല്ലാം അങ്ങയിൽ ഫലദായകമാകാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് തന്നെ നോക്കി നടത്തണമേ. അവിടുത്തെ കാരുണ്യത്തിലും നന്മയിലും ചിലവഴിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ തന്നെ ക്രമീകരിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളും പ്രവർത്തനങ്ങളും വിജയിപ്പിക്കണമേ. ഈ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും അമ്മ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം നീക്കണമേ. പലപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ നിരാശപ്പെടാറുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് പ്രത്യാശ നൽകുന്നത് അമ്മയുടെ ജീവിതമാണ്. ഏത് പ്രതിസന്ധിയിലും അടിയുറച്ച ദൈവവിശ്വാസത്തിൽ ദൈവാശ്രയത്തിൽ സുരക്ഷിതമായി മുന്നോട്ടു പോയ അമ്മയുടെ കാലടികൾ, അവയെ പിന്തുടരുവാനുള്ള ശക്തിയും അറിവും കഴിവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ. വഴി തെളിച്ച് ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അമ്മ ഞങ്ങളുടെ സന്തോഷങ്ങളും ഹൃദയസമാധാനവുമൊക്കെ ഞങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. രോഗത്താലും മാനസിക പീഡകളാലും അസുഖകരമായ ചില സാഹചര്യങ്ങളാലും ഞങ്ങളുടെ ഹൃദയങ്ങൾ അസന്തുഷ്ടമാകുമ്പോൾ അമ്മേ നാഥേ, ഞങ്ങൾക്ക് ഉന്മേഷവും പ്രത്യാശയും നവജീവനും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കരുണയുള്ള മാതാവേ, അത്യധികമായ ആകുലതയിലും അസ്വസ്ഥതയിലും കേഴുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അമ്മ വാസമുറപ്പിക്കണമേ. എല്ലാവിധ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അകറ്റി ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എൻ്റെ അരികിൽ വന്ന ഈശോയെ, അങ്ങേ മാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൃപയും അനുഗ്രഹങ്ങളും ചൊരിയണമേ. അത്ഭുതങ്ങളുടെ റാണിയായ നിത്യസഹായമായ മാതാവേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ നിയോഗത്തിൽ നമ്മുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം. അവിടുന്ന് ഇടപെടണമേ. തീർച്ചയായും അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരം തരുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുവാനും യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും ഇത് കാരണമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, മോഹങ്ങളുടെ താഴ്വരയിൽ ഞാൻ അലഞ്ഞ നാളുകളിൽ പാപാന്ധകാരത്തിൽ വീണുപോയപ്പോൾ അവിടുന്ന് എന്നെ സ്നേഹത്തോടെ തേടി വന്ന
അങ്ങയുടെ കാരുണ്യം ഞാൻ എന്നും ഓർക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ അമ്മേ, ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള വരം എനിക്ക് തരയണമേ. എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയ നൊമ്പരങ്ങൾ പങ്കുവച്ച വേളയിൽ നിന്റെ തിരുവചനമയച്ച് നീ എനിക്ക് സൗഖ്യമേകിയല്ലോ. എൻ്റെ അണഞ്ഞുപോയ സ്വപ്നങ്ങളെ പ്രത്യാശയോടെ നീ വീണ്ടും തെളിച്ചു തന്നു. തകർന്നുപോയ ബന്ധങ്ങളെ നിന്റെ സ്നേഹത്താൽ നീ പുതുക്കി തന്നു. ഈശോയെ, ഇതുപോലെ ഒരു സ്നേഹമേകുവാൻ അവിടുന്നല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരാണുള്ളത്? അങ്ങ് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കൾക്കും ആവശ്യമായ കൃപകൾ നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നൽകിയതും ഇനി നൽകുന്നതുമായ എല്ലാ ദാനങ്ങൾക്കും ഞാനും ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എന്നും എപ്പോഴും നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ആമേൻ.